വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി അദാനി പോർട്ടലിനെ അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കരാർ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട അടിയന്തര തുടർ നടപടി സ്വീകരിക്കേണ്ട ഘട്ടത്തിലാണ് കേവലം അതൃപ്തിയിലൊതുക്കി മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുന്നതിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി അദാനി പോർട്സിനെ അറിയിച്ചു എന്നാണ് വിശദീകരണത്തിൽ പറയുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായത്. ഇതിൽ സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിലടക്കം മാറ്റം വരുത്താൻ സാധിക്കൂ. ഇതിലാണ് ഭരണം മാറിയതിനു പിന്നാലെ അദാനി പോർട്ട് സ്വന്തം നിലയ്ക്കുള്ള നീക്കവുമായി രംഗത്തെത്തിയത്. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കാരിനെ 6 മാസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും അനുമതി തേടുകയും വേണം. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് അദാനിയുടെ നീക്കം. ഈ നീക്കത്തിലാണ് കേവലം അതൃപ്തിയിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിശോധിച്ച് സർക്കാർ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ വിവരത്തിൽ വലിയ ആശങ്ക പൊതുസമൂഹത്തിലും ഉയർന്നിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധവും പൊതുസമൂഹത്തിൽ നിന്നുയർന്ന വിമർശനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഓഹരി കൈമാറ്റ നീക്കത്തെ ശക്തമായി എതിർക്കാനോ അതിൽ ഒരു തരത്തിലുള്ള തുടർ നടപടിയും സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കാനോ അപ്പോഴും മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറായില്ല എന്നതാണ് ഏറെ പ്രസക്തമാകുന്നത്. തുടർന്ന് എന്ത് സമീപനമാകും മുഖ്യമന്ത്രിയുടേത് എന്നതാണ് നിർണായകം. നിലവിൽ ഉയർന്നിരിക്കുന്ന വിവാദത്തിൽ നിന്ന് തലയൂരുന്നതിന്റെ ഭാഗമായിട്ടാണ് അദാനിയെ അതൃപ്തി അറിയിച്ചത് എന്നാണ് പൊതുവിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.